കെ.സി. വേണുഗോപാലിനെ വീട്ടിലെത്തിക്കണ്ട നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. കെ.സി. വേണുഗോപാലുമായി തർക്കങ്ങളില്ലെന്നും ആരെയും ഒഴിവാക്കില്ലെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. പാർട്ടി എന്ന വികാരമാണ് കോൺഗ്രസുകാരെ മുന്നോട്ട് നയിക്കുന്നതെന്ന് കെ.സി. വേണുഗോപാലും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രതികരിച്ചു. എല്ലാ കാര്യങ്ങളും ഞങ്ങൾ കൂടിയാലോചിച്ചിട്ടാണ് ചെയ്യുള്ളൂ. കേരളത്തിലെ സംഘടനാപരമായ കാര്യങ്ങളും ഭരണപരമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഈ മന്ത്രിസഭാ രൂപീകരണം അതൊക്കെ സംഘടനാപരമായ കാര്യങ്ങളാണ്. അതെല്ലാം ഞങ്ങൾ കൂടിയാലോചിച്ച് ഞങ്ങൾ ചെയ്യല്ലേ. ഞങ്ങൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ ഒരു വിഷയവും തർക്കത്തിലില്ല. ഞങ്ങൾ 10 മിനിറ്റ് 15 മിനിറ്റായി ഇരുന്നാൽ തീരാത്ത ഒരു വിഷയത്തിൻ്റെ അകത്തില്ല. അപ്പോൾ കോൺഗ്രസ് ആണ് ഞങ്ങൾക്കെല്ലാം, പാർട്ടിയാണ് എല്ലാം. പാർട്ടി തീരുമാനം പറഞ്ഞു കഴിഞ്ഞാൽ ആ പാർട്ടി തീരുമാനത്തിന് മേൽ ഉറച്ചു നിന്ന് പോരാടുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഇനി കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ സർക്കാരിനെ കുറിച്ച് ജനങ്ങൾ വളരെ പ്രതീക്ഷയോടെ നോക്കിക്കാണുകയാണ്. ഈ നാട്ടിലെ പാവപ്പെട്ടവരെയും സാധാരണക്കാരനെയും ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ കിടക്കുന്നുണ്ട്. അത് പരിഹരിക്കാനുള്ള ഒരു ദൗത്യമാണ് ശ്രീ വി.ഡി. സതീശൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാരിലേക്ക് വന്നിരിക്കുന്നത്. അത് അദ്ദേഹം നിർവഹിക്കുമ്പോൾ പൂർണ്ണ പിന്തുണ ഒരു കോൺഗ്രസ്സുകാരനായി നിന്ന് നൽകുക എന്നുള്ള ഉത്തരവാദിത്വമായിരിക്കും ഞാൻ നിർവഹിക്കാൻ പോകുന്നത്. വിജിൻ വായാന്തോട് ചേർന്ന വിശദാംശങ്ങൾ നൽകാനായി വിജിൻ, കഴിഞ്ഞ ദിവസം അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചത് പിച്ച് ചീന്തി മതിയായില്ലേ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. മുറിവേറ്റ വ്യക്തിയാണ്, പക്ഷേ അത്തരത്തിലുള്ള യാതൊരു പരിഭവവും അദ്ദേഹം ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ കാണിച്ചിട്ടില്ല. വി.ഡി. സതീശന് പൂർണ്ണ പിന്തുണ നൽകുമെന്നുള്ള ഉറപ്പും അദ്ദേഹം മാധ്യമങ്ങളോട് നൽകിയിട്ടുമുണ്ട്. ഇരുവരും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചയിൽ മന്ത്രിസ്ഥാനം സംബന്ധിച്ചുള്ള തീരുമാനം എന്തായിട്ടുണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തെങ്കിലും സൂചന നമുക്ക് ലഭിച്ചിട്ടുണ്ടോ? ഒരു കഞ്ഞുരുകലിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം, അങ്ങനെ അനുമാനിക്കാം. കാരണം അത്രയും സമയം കെ.സി. വേണുഗോപാൽ വീട്ടിനകത്ത് തന്നെയായിരുന്നു. മുതിർന്ന നേതാക്കളെല്ലാം UDF കൺവീനർ, KPCC പ്രസിഡന്റ്, MP-മാർ, MLA-മാർ ഉൾപ്പെടെയുള്ളവരെല്ലാം കെ.സി. വേണുഗോപാലിന്റെ വീട്ടിൽ രാവിലെ മുതൽ എത്തുന്നുണ്ടായിരുന്നു. അവരെല്ലാമായി ആശയവിനിമയം നടത്തുന്നുണ്ടായിരുന്നു. ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനം പോയിരിക്കുന്നു. അതിനുശേഷം മന്ത്രിസ്ഥാനവുമായി ബന്ധപ്പെട്ട ഒരു സമ്മർദ്ദമാണ് നിലവിൽ കെ.സി. വേണുഗോപാലിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. അതിനിടയിലാണ് നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അങ്ങോട്ടേക്ക് എത്തിയത്. 15 മിനിറ്റോളം നേരം ചർച്ചകൾ, ഈ ആശയവിനിമയം നീണ്ടുനിന്നു. എന്തായാലും അതിനുശേഷം പുറത്തിറങ്ങിയ നേതാക്കൾ വളരെ സന്തോഷത്തോടെ ഒറ്റക്കെട്ടായി പോകുമെന്നുള്ള ഒരു സന്ദേശമാണ് നിലവിൽ നൽകുന്നത്. ബാല്യകാലം മുതൽ സംഘടനാ പ്രവർത്തനം നടത്തുന്ന ആളുകളാണ് താങ്കൾ. പാർട്ടിയാണ് വികാരം, പാർട്ടിയാണ് ആ വികാരമാണ് നയിക്കുന്നത് എന്നുള്ളതാണ് കെ.സി. വേണുഗോപാൽ വ്യക്തമാക്കി. ഒപ്പം തന്നെ മറ്റൊരു തർക്കമില്ല, മന്ത്രിസഭാ രൂപീകരണം അത് സംഘടനാ കാര്യമാണ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ ചർച്ചയാണ് നിലവിൽ നടക്കുന്നത്. നാളെ ഉച്ചകഴിയുമ്പോഴത്തേക്ക് തന്നെ ഗവർണർക്ക് മന്ത്രിമാരുടെ ലിസ്റ്റ് കൈമാറാൻ കഴിയും എന്നുള്ള ആത്മവിശ്വാസമാണ് വി.ഡി. സതീശൻ ചർച്ചയ്ക്ക് ശേഷം പ്രതികരിച്ചത്. അങ്ങനെ ഒരു പ്രകടിപ്പിച്ച വി.ഡി. ഭാഗത്ത് നിന്ന് അത്തരൊരു ആത്മവിശ്വാസമാണ് പ്രകടമായത്. എന്തായാലും അതിനുശേഷം കെ.സി. വേണുഗോപാൽ തന്നെ ഇടഞ്ഞു നിൽക്കുന്ന രമേശ് ചെന്നിത്തലയെ കാണാൻ എത്തി എന്നുള്ളതും ഒരു പോസിറ്റീവായ ായിട്ടാണ് വി.ഡി. സതീശൻ ക്യാമ്പ് കാണുന്നത്. നിലവിൽ മന്ത്രിസ്ഥാനവുമായി ബന്ധപ്പെട്ട വലിയ തരത്തിലുള്ള സമ്മർദ്ദം അത് രമേശ് ചെന്നിത്തലയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ കൂടി അന്വയിപ്പിക്കുക, ഒപ്പം ഒരു ആശയവിനിമയം നടത്തി ഒരു തങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങൾ അത് പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഒരു സമവായം ഉണ്ടാക്കുക എന്നുള്ളതാണ് നിലവിൽ ഈ ആശയവിനിമയം ഒക്കെയായി ബന്ധപ്പെട്ട് നടക്കുന്നത്. എന്തായാലും ഇന്ന് രാത്രിയോടുകൂടിയോ നാളെ പകലോടുകൂടിയോ ഒരു പൂർണ്ണമായും കോൺഗ്രസിലെ മന്ത്രിസ്ഥാനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പൂർത്തീകരിച്ച് അതിന്റെ പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട്. അതിനുശേഷം ഗവർണറെ കാണേണ്ടതുണ്ട്, ഗവർണർക്ക് ആ ലിസ്റ്റ് കൈമാറേണ്ടതുണ്ട്. മറ്റന്നാൾ 21 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യും എന്നുള്ളതാണ് നിലവിൽ കോൺഗ്രസ് അറിയിച്ചിട്ടുള്ളത്. UDF അത്തരത്തിലുള്ള ഒരു തീരുമാനത്തിന്റെ ഭാഗമായാണ് മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. അതിന്റെ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നിലവിൽ വി.ഡി. സതീശൻ കെ.സി. വേണുഗോപാലിനെ കാണുകയും അദ്ദേഹത്തിന് ഉണ്ടായ അനുഭവം പറഞ്ഞ് ഏകദേശം തീർത്തോ എന്ന കാര്യത്തിൽ നമുക്ക് ഉറപ്പില്ല, പക്ഷേ അതിലൊരു ചെറിയ തരത്തിലുള്ള മഞ്ഞിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇനി നിലവിൽ കെ.സി. വേണുഗോപാൽ മുന്നോട്ട് വെച്ചിരിക്കുന്ന മന്ത്രിമാരുടെ പട്ടിക അത് 6 മുതൽ 8 വരെ മന്ത്രിമാർ വേണമെന്നുള്ള പട്ടികയാണ്. ആ പട്ടിക എങ്ങനെ വി.ഡി. സതീശൻ അംഗീകരിക്കുന്നു, ഒപ്പം തന്നെ രമേശ് ചെന്നിത്തല ഉയർത്തിയ സമ്മർദ്ദം, ആ ഡിമാൻഡ് അതെങ്ങനെ വി.ഡി. സതീശൻ അംഗീകരിച്ച് ഒരു മന്ത്രിസഭ രൂപീകരണത്തിലേക്ക് കടക്കും എന്നുള്ളതാണ് അറിയേണ്ടത്.